ഇത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവരുടെ ലൈഫിലെ വെളിച്ചം നിങ്ങളായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ നിങ്ങളിലൊരു പ്രതീക്ഷയുണ്ട്. അവർക്ക് നിങ്ങളോട് നല്ല സ്ട്രോങ് ആയിട്ട് ഹെവി ആയിട്ടുള്ള ആകർഷണവും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് വിട്ടുപോകാനേ പറ്റുന്നില്ല. എങ്ങനെയും നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു കണക്ഷൻ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ഭയം അവർക്കുണ്ട്, എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പകരം വെക്കാൻ ആരും ഇല്ല. നിങ്ങളുടെ എല്ലാ ഇൻറ്റ്യൂഷനും കറക്റ്റാണ്. ഇതുപോലെ ആരും അവരെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സും സ്വഭാവവും ഒന്നും അവരെ വായിച്ചെടുത്തിട്ടില്ല. മറ്റാരെക്കാളും അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അവരുടെ മനസ്സ് പറയുന്നതും ഹൃദയം പറയുന്നതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതുപോലെ മറ്റാർക്കും മനസ്സിലാവില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരുടെ സോളിനെ ടച്ച് ചെയ്ത ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. അവർക്കറിയാം അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമെന്ന്. അവരുടെ ചിന്തകൾ, അവരുടെ മൂഡ്സ്, അവരുടെ പെയിന് ഇതെല്ലാം നിങ്ങൾ റീഡ് ചെയ്യുന്നത് പോലെ ആരും ചെയ്തിട്ടില്ല. നിങ്ങളുടെ സൈലൻസ് അവരെ നിങ്ങളിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ. വേദനിച്ച് വിഷമിച്ച് ഇരിക്കുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ വേദനിക്കേണ്ട ഒരു കാര്യവുമില്ല. മനസ്സമാധാനമായിട്ട് ഇരിക്കണം. നിങ്ങളുടെ ലൈഫിലെ ഓരോ ചേഞ്ചും യൂണിവേഴ്സ് അറിയാതെയല്ല നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രമല്ലല്ലോ നമുക്കുണ്ടാകുന്നത്. ലൈഫിൽ ഓരോ വിഷമം വരുമ്പോൾ എന്തിനാ ദൈവമേ നീ എനിക്ക് ഇങ്ങനൊരു സ്ട്രഗിൾ തന്നത്, എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ദൈവം അറിയാതെ ഒരു കാര്യവും നടക്കുന്നില്ല. ഇതൊന്നും നമ്മുടെ നഷ്ടമല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം ആവശ്യമാണെന്ന് ഗോഡിന് തോന്നുമ്പോഴാണ് നമ്മളെ ഇങ്ങനെ വേറൊരു ലൈഫ് സ്റ്റൈലിൽ കൂടെ കടത്തിവിടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് നിങ്ങളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കാനുള്ള മാർഗമാണ്. നിങ്ങൾ ഇതുവരെ പോയ ആ പാറ്റേൺ മാറ്റണം. ആ പാതയിൽ കൂടെ പോയാൽ ലൈഫ് ശരിയാവില്ല, ചേഞ്ച് ആവില്ല എന്ന് യൂണിവേഴ്സിന് മനസ്സിലാവുമ്പോൾ അവർ നമുക്ക് ഓരോ സ്ട്രഗിൾ തരുന്നതാണ്. നമ്മളത് ഓവർകം ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഈ മനോഹരമായ കാഴ്ച മാത്രം പോരല്ലോ. ജീവിതത്തിലെ കല്ലും മുള്ളും ഒക്കെ താണ്ടി സ്ട്രോങ് ആയിട്ട് ന്യൂ പാതയിലൂടെ മുന്നോട്ട് പോയാലേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്ന് യൂണിവേഴ്സിന് തോന്നുമ്പോഴാണ് പാത മാറ്റുന്നത്. ഇങ്ങനെ ഒരു സ്ട്രോങ്നെസ് നമുക്ക് തന്നാൽ മാത്രമേ ഏത് പ്രതിസന്ധിയും നമ്മൾ പാറ പോലെ ഉറച്ചു നിന്ന് അതിനെ ഓവർകം ചെയ്യത്തുള്ളൂ എന്ന് യൂണിവേഴ്സിനറിയാം. അതിനുവേണ്ടി നിങ്ങളെ ക്ലീൻ ആക്കുകയാണ്, ഹീലാക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ചേഞ്ച് ആക്കുകയാണ്. ഇവരുടെ മൈൻഡ് വീക്കായ സമയത്ത് ഇവർ മറ്റൊരു വ്യക്തിയുമായിട്ട് അടുപ്പം തോന്നിയിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ എനർജി കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിപ്പോയിട്ടുണ്ട്. ഇറ്റ്സ് ഓവർ. അവർക്ക് നന്നായിട്ടറിയാം അവർ നഷ്ടപ്പെടുത്തിയ വിശ്വാസം ഇനി തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ് എന്ന്. നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയതോ പിടിച്ചതോ എന്തോ ആണ്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഷാർപ്പായതുകൊണ്ടാണ്. നിങ്ങളോട് ഇനിയിപ്പം എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ട്രസ്റ്റ് പോയി. ഇനി എന്ത് പറഞ്ഞ് അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു ഭയമാണ് അവർക്കുള്ളത്. അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്താണെന്ന് അവർക്കറിയാം. അതിൻ്റെ പെയിനാണ് അവർക്ക് ശരിക്കുമുള്ളത്. നിങ്ങൾ സത്യസന്ധമായിട്ട് നിന്നിട്ടുണ്ട്. സ്നേഹം നൽകിയത് അങ്ങനെ തന്നെയാണ്. ഫേക്ക് ലവ് നിങ്ങൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. നിങ്ങളുടെ മനസ്സിൻ്റെ പ്യൂരിറ്റി കൊണ്ടാണ്. ഒരുപാട് പ്രാവശ്യം ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അവരെന്നിട്ടും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ടാവും. അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി ഇഷ്യൂവിൻ്റെ പേരിൽ തന്നെയാണ്, ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ പേരിൽ തന്നെയാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്നാണ് ഇവിടെ സ്പ്രെഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷമാവാം അവർക്ക് തിരിച്ചടികൾ നേരിടുന്നതും കർമ്മയെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ അവരെ വിട്ടുപോയപ്പോഴാണ് നിങ്ങളുടെ വില അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു റീയൂണിയൻ ഉണ്ടായിരിക്കും. ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സോൾ കണക്ഷൻ ഉള്ളവരാണ്. അങ്ങനെയൊന്നും അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ള അവർ ആ തിരിച്ചറിയിൽ നിന്നിട്ട് മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ആഗ്രഹിക്കുന്നതും. റീയൂണിയൻ പോസിബിൾ ആണ് താനും.